എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു അടൂർ ഭാസി ഒരു കാലഘട്ടത്തിൽ. ഒരു ഹ്യൂമറിന് ഒരു പുള്ളിയുടെ ശൈലി കണ്ടെത്തുകയും പ്രേം നസീറിനൊപ്പം തന്നെ ഒരു ആരാധക വൃത്തത്തെ സൃഷ്ടിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അടൂർ ഭാസി. വലിയ സമ്പന്ന കുടുംബത്തിൽ പിറന്ന് സിനിമയിൽ എത്തിപ്പെടുകയും സിനിമയിലും ആ സമ്പന്നതയിൽ തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സമ്പന്നത, അധികാരം, അങ്ങനെ സിനിമയെ കൺട്രോൾ ഏത് രീതിയിലും കൺട്രോൾ ചെയ്യാൻ ചെയ്തിട്ടുള്ള ഒരു പവർ സിനിമയിൽ അടൂർ ഭാസിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അടൂർ ഭാസിനെ അക്സെപ്റ്റ് ചെയ്യാം. നല്ല അഭിനേതാവാണ്, വളരെ മനോഹരമായിട്ട് രീതിയിൽ പുള്ളി ഹാസ്യമൊക്കെ ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, എല്ലാം കൊണ്ടും അടൂർ ഭാസി ഓക്കെയാണ്. പക്ഷെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോൾ ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റാത്ത വളരെ മനോഹരമായി മെനക്കെട്ട സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അടൂർ ഭാസി. ചെയ്തു കൂട്ടിയ മോശപ്പെട്ട പ്രവൃത്തികളൊക്കെ പിൽക്കാലത്ത് ചർച്ചയായിട്ടുണ്ട്. ആ കാലത്ത് സിനിമയ്ക്കുള്ളിലും സിനിമാ വൃത്തങ്ങൾക്കുള്ളിൽ ചർച്ച ഉണ്ടെങ്കിൽ പോലും അടൂർ ഭാസിയെ പോലെ ഒരാളെ വെറുപ്പിക്കാനോ പണക്കാനോ കഴിയാൻ പറ്റാത്തതുകൊണ്ട് പലരും അത് പറയാണ്ട് ഒളിച്ചു വെച്ചു മാത്രം. കാലഘട്ടം മാറി, സിനിമ മാറി, തങ്ങളുടെ ഇടം കുറച്ചും കൂടെ ബലംപെട്ട് വന്നപ്പോൾ ഇതൊക്കെ തുറന്നു പറയുന്നു ആൾക്കാരെന്ന് മാത്രം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അടൂർ ഭാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആൾ വളരെ മോശപ്പെട്ടൊരു ജീവിത രീതി ഫോളോ ചെയ്തൊരു വ്യക്തിയാണ്. അമിതമായിട്ടുള്ള മദ്യപാനം, പെണ്ണ് മുതലായ കാര്യങ്ങളൊക്കെ ഭയങ്കര വീക്ക്നെസ് ഉള്ള ആളാണ്. അതിലൊപ്പം തന്നെ ആറ് പിശുക്കനും കൂടിയാണ്. താൻ സമ്പാദിച്ചു വെക്കുന്ന സ്വത്തുക്കളൊന്നും ചെലവഴിക്കാൻ പുള്ളി ആഗ്രഹിച്ചിരുന്നില്ല. ഒറ്റാന്തടിയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. എന്നിട്ട് പോലും അതിനൊരു രൂപ എടുത്ത് ചെലവാക്കാൻ ഒരു മനസ്സ് ദൈവം കൊടുത്തില്ല. അതും ഒരു ദ്രോഹം തന്നെയല്ല. നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, ആ പൈസയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം മേടിക്കാനുള്ള മനസ്സ് നമുക്ക് അനുവദിക്കുന്നില്ല. പൈസ കൊണ്ട് കാര്യമില്ല, അതൊരു പേപ്പർ കഷ്ണമായിട്ട് പോകും. പുള്ളിക്ക് അങ്ങനെയാണ്. പുള്ളിയുടെ കഴിക്കുന്ന പൈസ ഒന്നിനും ചെലവഴിക്കാനൊന്നും പുള്ളി ആഗ്രഹിച്ചില്ല. എല്ലാം പിശുക്കി വെക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ പുള്ളിയുടെ ഒരു കാലഘട്ടങ്ങളിൽ പ്രേം നസീറിന്റെ കൂടെ പുള്ളി അഭിനയിക്കുകയാണെങ്കിൽ പ്രേം നസീറിന് ഒരു ഹീറോയിൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പുള്ളിക്ക് ഒരു ഹീറോയിൻ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നായക തുല്യമായിട്ട് തന്നെയാണ് പുള്ളി അക്കാലത്ത് നിന്നിട്ടുള്ളത്. അപ്പൊ പുള്ളിയുടെ ഹീറോയിനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അവര് എങ്ങനെയാണ് പുള്ളിയുടെ അടുത്ത് നിൽക്കുന്നത് അതനുസരിച്ച് പിന്നെ പുള്ളിക്കൊപ്പം തന്നെ കുറെ സിനിമകൾ ട്രാവൽ ചെയ്യും. ഏതെങ്കിലും രീതിയിൽ പുള്ളിക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കുന്ന കാരണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സിനിമയിൽ കട്ടാണ്. പിന്നെ സിനിമയെന്നല്ല മൊത്തം ഇൻഡസ്ട്രി തന്നെ കട്ടായി പോകുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അത്രത്തോളം പവർഫുൾ ആയ ഒരു വ്യക്തിയാണ് അടൂർ ഭാസി. എപ്പോഴും ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സമ്പന്നതയുണ്ട്, നമുക്ക് അധികാരങ്ങളുണ്ട്, നമുക്ക് പ്രശസ്തി ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം നിഗളിക്കുന്നു അതിനനുസരിച്ച് ഈക്വലായിട്ട് നമ്മുടെ അവസാന നാളുകളിൽ നമ്മൾ അനുഭവിച്ചേ പോകത്തുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് അടൂർ ഭാസി. പുള്ളി ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും പലിശ സഹിതം പുള്ളിയുടെ അവസാന നാളുകളിൽ ദൈവം കൊടുത്തു വേണമെങ്കിൽ പറയാം. കർമ്മഫലം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് അനുഭവിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. സമ്പന്നതയിൽ വിരാജിച്ച് നടക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരുടെ കണ്ണീര് കാണുമ്പോൾ, നമുക്ക് തോന്നിയ പോലെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു എൻഡിങ് പോർഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല എന്ന് തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാവണം. അപ്പൊ അതിന്റെ എൻഡിങ് പോർഷനിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമ്പന്നത നഷ്ടപ്പെട്ടു. കൂടെ കൂടിയവരൊക്കെ ഈ ഇരിക്കുന്ന സ്വത്തുക്കളൊക്കെ ഓരോന്ന് അടിച്ചു മാറ്റാൻ തുടങ്ങി. പുള്ളിക്ക് അവസാന നിമിഷമായപ്പോൾ പുള്ളിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കൈ കാശിലുണ്ടായി. ചെന്നൈയിലൊക്കെ പുള്ളിക്ക് ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിസ്സാര വിലയ്ക്ക് ആൾക്കാർ അടിച്ചുകൊണ്ട് പോയി. ചിലരൊക്കെ അത് കളരേഖകൾ ഉണ്ടാക്കി അത് അവരുടെ സ്വന്തമാക്കി. നാട്ടിലുള്ള പല സ്വത്തുക്കളും പുള്ളി കൈവിട്ടു പോയി. പുള്ളിയുടെ അക്കൗണ്ടിൽ ഇരുന്ന പൈസകളൊക്കെ പണ്ട് അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവസാന നിമിഷം വന്നപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യാനും മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പുള്ളി എത്തിപ്പെട്ടായിരുന്നു. പുള്ളി രാജാവായിട്ട് നിന്ന സമയത്ത് പുള്ളി ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ അവസാന കാലഘട്ടത്തിൽ വന്നപ്പോൾ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയാം. ശരിക്കും അടൂർ ഭാസി ഒരു ഉത്തമ ഉദാഹരണമാണ് ഒരാൾ എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ സിനിമയിൽ വരുന്ന പുതുതലമുറയുള്ള ആൾക്കാർക്ക് സിനിമ കിട്ടുന്നു, സിനിമ സക്സസ് ആവുന്നു, പണം വരുന്നു, പ്രശസ്തി വരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ തലമേ മറന്ന് നിഗളിക്കാൻ പാടില്ല എന്ന് ഇങ്ങനെയുള്ള ജീവിതമൊക്കെ എടുത്ത് പഠിക്കാൻ നല്ലതാണ്. നമ്മൾ പ്രശസ്തിയിൽ നിൽക്കുമ്പോഴും സമ്പന്നം നിൽക്കുമ്പോഴും നമ്മൾ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും അതിനൊരു അവസാനം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള യുവതാരങ്ങളൊക്കെ ഇങ്ങനെയുള്ള നടന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ ഒരിക്കലും ഒരു വ്യക്തി എന്ന രീതിയിൽ ഫോളോ ചെയ്യാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നമ്മുടെ ലെജൻഡറി ആക്ടർ അടൂർ ഭാസി. പക്ഷെ ഒരു അഭിനേതാവ് എന്ന രീതിയിൽ പുള്ളിക്ക് നല്ല ടാലന്റ് ഉണ്ട്, കഴിവുണ്ട്, എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ പേഴ്സണലി പുള്ളിയുടെ ജീവിത രീതി വളരെ മോശമായിരുന്നു. അപ്പൊ ചുമ്മാ പുള്ളിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു വീഡിയോ വേണ്ടി വന്നതാണ്. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ സെറ്റ് ബൈ.